മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് കേരളമൊട്ടാകെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായി മംഗളം ആനക്കുളം കോഴിയിളക്കുടി ഉന്നതിയിൽ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17.5 ലക്ഷം രൂപ ചിലവഴിച്ച് സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചു. ദേവികുളം എം.എൽ.എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് കേരളമൊട്ടാകെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് മംഗളം ആനക്കുളം കോഴിയിളക്കുടി ഉന്നതിയിൽ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17.5 ലക്ഷം രൂപ ചിലവഴിച്ച് 1.5 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചത്. ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം ദേവികുളം എം.എൽ.എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു. ചടങ്ങിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ആനന്ദൻ അധ്യക്ഷയായി. മാങ്കുളം DFO ജ്യോതിഷ് ജെ ഒഴാക്കൽ പദ്ധതി വിശദീകരണം നടത്തി. കോഴിയിളക്കുടി ഉന്നതി നിവാസികൾ, പോലീസ് ഹൌസിംഗ് കോർപ്പറേഷൻ പ്രൊജക്ട് എഞ്ചിനീയർ അജീഷ് മത്തായി, കോഴിയിളക്കുടി ഉന്നതി കാണി ഇന്ദ്രൻ ചന്ദ്രൻ, ഉന്നതി തലവനായ പുലേന്ദ്രൻ ചന്ദ്രൻ, പൊതുപ്രവർത്തകരായ ബിജു കുര്യാക്കോസ്, ജോൺസൺ മാത്യു, AP സുനിൽ, വാർഡ് മെമ്പർ സവിത റോയ് എന്നിവർ പങ്കെടുത്തു. ദേവികുളം നിയോജകമണ്ഡലത്തിൽ ഈ വർഷം നിർമ്മിച്ച പ്രഥമ സൗരോർജ്ജവേലിയാണ് കോഴിയിളക്കുടിയിലേത്. സൗരോർജ്ജവേലി യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കുളം മേഖലയിലെ കോഴിയിളക്കുടി, മുള്ളൻമട, 96 ഭാഗം എന്നിവിടങ്ങളിലെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, അടിമാലി.